ഹായ് ഫ്രണ്ട്സ്, ഇസ്മി പ്രസാദ്. ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ. പലപ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അത് ആസ്വദിക്കാറുണ്ട്. ചില കാര്യങ്ങൾ ആസ്വദിക്കാറുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ആസ്വദിക്കാറില്ല. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പോകാറുണ്ടല്ലേ. എന്നാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ സമയത്ത് മനസ്സിലാക്കണം എന്നതാണ്. എന്നാൽ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട കൃത്യസമയത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, വലിയ ടെൻഷനും അല്ലേ ഒന്നുമില്ലാതെ നമ്മുടെ ജീവിതം നമുക്ക് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വില്ലൻ എന്താണ്? ടെൻഷൻ അല്ലേ. എല്ലാവർക്കും ടെൻഷൻ. ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 100 പേർക്കും ടെൻഷനാണ് അല്ലെ. അമിതമായ ടെൻഷൻ അല്ലേ. അവർക്ക് ഈ ടെൻഷൻ മൂലം ഒരുപാട് അസുഖങ്ങളും ഒരുപാട് മാനസിക സമ്മർദ്ദം അല്ലേ. ഈ മാനസിക സമ്മർദ്ദം മൂലം അവർക്ക് അവരുടെ ബിസിനസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, പഠനത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ വരെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇത്രയ്ക്കും ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ടെൻഷനൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്താണ് പ്രാധാന്യം ഉള്ളത് അല്ലേ. പലപ്പോഴും നമുക്ക് ഓർമ്മക്കുറവ് അല്ലേ. ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ വെച്ചത് പോലും നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. ഒരു വ്യത്യസ്തമായൊരു ലൈഫ് സ്റ്റൈല് അല്ലേ, വ്യത്യസ്തമായൊരു ജീവിതശൈലി. ഇങ്ങനെ പോയാൽ മതിയോ അല്ലേ. 2024 എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ടായിരുന്നു അല്ലേ. എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. 2025 നമുക്ക് 2024 നേടിയെടുക്കാൻ ആഗ്രഹിച്ച എല്ലാ കാര്യവും നമുക്ക് നേടിയെടുക്കണം. പക്ഷെ നമുക്ക് അമിതമായ ടെൻഷൻ കൂടി അല്ലേ, നമ്മുടെ പ്രശ്നങ്ങൾ കൂടി അല്ലേ, നമ്മുടെ ഓർമ്മക്കുറവ് കുറഞ്ഞു അല്ലേ. ഒരുപാട് ഓർമ്മ അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. എന്താണ് പറഞ്ഞതെന്ന്, എന്താണ് ചെയ്തതെന്ന്, ഇനി പഠിച്ചത് ഓർമ്മ കിട്ടുന്നില്ല, അത് ജോലി ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മ കിട്ടുന്നില്ല. പലപ്പോഴും ഓർമ്മക്കുറവാണ് അല്ലേ ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വായനാ കുറവാണ് അല്ലേ. റീഡിങ് ഇല്ലായ്മയാണ് ഏറ്റവും കൂടുതൽ. വായിക്കുന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മക്കുറവ് തീരെ ഉണ്ടാകില്ല. പക്ഷെ വായന എന്ന് പറയുന്നൊരു ശീലം നമുക്കുണ്ടോ? ഇല്ല, നമ്മൾ വായിക്കാറില്ല. എന്തിനാണ് നമ്മൾ വായിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. എന്നാൽ വായനാശീലം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മക്കുറവിനെയും ഓവർ പ്രശ്നങ്ങളെയും അമിതമായ ടെൻഷനെയും എല്ലാം നമുക്ക് മറികടക്കുവാൻ സാധിക്കും. ഒരുവിധം നമ്മളിലേക്ക് അടിഞ്ഞു കൂടുന്ന മാലിന്യമായ വിഷലിപ്തമായ ചിന്തകളെ എല്ലാം നമുക്ക് മാറ്റിമറിക്കുവാനും നമുക്ക് പോസിറ്റീവ് എനർജി നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും നമ്മൾ വായന എന്ന ശീലം നമ്മൾ കൊണ്ടുവരാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വില്ലനായി മാറുന്നത് എന്ന് തന്നെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് 2025 നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഒരു കുഞ്ഞു കാര്യം പറയാൻ എന്തെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ഏതാനും കുറച്ച് പേപ്പറുകൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത്, എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത്, എവിടെയെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള പേപ്പറുകൾ നിങ്ങൾ കരുതി വെക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ദിവസം അല്ലെ 2024 എത്ര മണിക്കൂറുകളാണ്, എത്ര ദിവസങ്ങളാണ് നമ്മൾ പാഴാക്കിയത് വെറുതെ. പക്ഷെ 2025 നമുക്ക് സമയം പാഴാക്കാനില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സമയം പാഴാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതമില്ല എന്നത് തന്നെയാണ് കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 2025 പ്രവേശിക്കുമ്പോൾ ഇതുപോലുള്ള പേപ്പറിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് കടന്നു വരുന്ന ചിന്തകളെല്ലാം നിങ്ങൾ കുറിച്ച് വെക്കുകയാണെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴേക്ക് ഏതാനും ഒരുപാട് ചിന്തകൾ, പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മൈൻഡിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഈ പേപ്പറിലൂടെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും, നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയത്. പക്ഷേ ഒരു ദിവസം ചെയ്ത കാര്യം തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഒരു മാസം മുന്നേ സംഭവിച്ച കാര്യം നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും നടക്കില്ലല്ലേ. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേപ്പറിൽ അതാത് സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന നല്ല നല്ല തോട്ട്സുകൾ കുറിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ആവേശകരമായി, എന്താ പറയുക, ഓർമ്മക്കുറവിനെ നമുക്ക് മറികടക്കുവാൻ സാധിക്കും. സന്തോഷകരമായി ജീവിക്കാൻ പറ്റും. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല, അത് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കില്ല, നമുക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കില്ല. എപ്പോഴും സന്തുഷ്ടമായിരിക്കും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതാനും കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറിച്ച് വെച്ച കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാട്ടോ. ഒരൊറ്റ വാക്കിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഹൃദയങ്ങൾ പിന്നീട് 1000 വാക്കുകൾ കൊണ്ട് പോലും പഴയപടി തിരിച്ച് ലഭ്യമായെന്ന് വരില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും
സഹനശീലരായിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ തെറ്റായ രീതിയിലൂടെ തെറ്റായ രീതിയിലൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, തെറ്റായ രീതിയിലൂടെ നമ്മൾ പല ആളുകളെയും നോക്കി കാണുമ്പോൾ ചില ബന്ധങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ചിന്തിക്കാതെ ചില കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയുമ്പോൾ ചില ആളുകളിൽ നമ്മളിൽ നിന്ന് വിട്ടകന്നു പോയേക്കും അങ്ങനെ വിട്ടകന്നു പോകുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, ഒരാളോട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ഒരാളോട് നമ്മൾ നോക്കുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ചു വേണമെന്ന് തന്നെയാണ്. സ്നേഹം ശാന്തിയിൽ നിന്നുഭയമായി ആദരവിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഭാവത്തിൽ പുറത്തു വരുന്നു. സ്നേഹം ഒരു അനുഭൂതി മാത്രമല്ല, അത് വാക്കുകൾ കൂടിയും കർമ്മങ്ങൾ കൂടിയും പ്രകടമാക്കപ്പെടുന്നതാണ് സ്നേഹം എന്നത് എന്ത് ചെയ്യുന്നു, നമ്മൾ സ്നേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടല്ലേ. എന്താണ് സ്നേഹം? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലഭിക്കാത്തത് എന്താണ്? സ്നേഹമാണല്ലേ. സ്നേഹം ലഭിക്കാൻ വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് കിട്ടുന്ന, നമ്മുടെ ശാന്തമായ പ്രവൃത്തിയിലൂടെ കിട്ടുന്ന സംഭവമാണ്. എത്ര പണം കൊടുത്താലും നമുക്ക് സ്നേഹം കിട്ടില്ല. യഥാർത്ഥ സ്നേഹം കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളെ തിരിച്ചറിയുകയും അതുപോലെ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ യഥാർത്ഥ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നതാണ്. കള്ളത്തരങ്ങളും സംശയങ്ങളും റോന്തു ചുറ്റുന്ന മനസ്സിൻ ഇടങ്ങളിൽ ഒരിക്കലും സത്യസന്ധമായ സ്നേഹത്തിന് സ്വസ്ഥമായിരിക്കാൻ കഴിയില്ല. ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് കാപഢ്യങ്ങളും നിറഞ്ഞ മനസ്സുമായി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എവിടുന്ന് നമുക്ക് സ്നേഹം കിട്ടും? ഒരിക്കലും കിട്ടില്ല. നമ്മൾ ഇങ്ങനെ തെറ്റായ രീതിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരിക്കലും നമുക്ക് സ്നേഹം ലഭിക്കില്ല. പരാജയപ്പെടുമോ എന്ന അനാവശ്യ ഭയമാണ് നിസ്സാരമായി ജയിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളെയും ചെയ്യാൻ അനുവദിക്കാത്തത്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിയുന്ന സമയത്ത് പരാജയപ്പെടുമോ, എനിക്കത് ഇപ്പോൾ ഫോർ എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടി ഞാനതിൽ പരാജയപ്പെടുമോ എന്ന് ചിന്തിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ പരാജയപ്പെടുന്നു. എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതൊരു കാര്യത്തിലേക്കും നമ്മൾ ഇറങ്ങി തിരിയുമ്പോൾ നമുക്ക് വിജയിക്കും എന്ന പൂർണ്ണ ദൃഢനിശ്ചയത്തോടു കൂടി, നമ്മൾ പോസിറ്റീവ് എനർജിയോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ നമുക്ക് വിജയിക്കുവാൻ തന്നെ സാധിക്കും. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. ലോകത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരെ പറ്റി ഒരുപാട് പഴി പറയുക എന്നതാണ് കേട്ടോ. സ്വന്തം തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അംഗീകരിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ലോകത്തിൽ. എന്നാൽ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാനോ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അത് നമുക്ക് ഏറ്റവും എളുപ്പകരമായിട്ടുള്ള കാര്യം കേട്ടോ. കടുത്ത ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കരുത്. കടുത്ത ദേഷ്യം? ഇപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മുടെ ഹൃദയത്തിലൂടെ ഒരുപാട് ദേഷ്യങ്ങൾ കടന്നു വരും അപ്പോൾ കടുത്ത ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കരുത്. മതിമറന്ന സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. അഗാധമായി ദുഃഖിച്ചിരിക്കുമ്പോഴോ തീരുമാനങ്ങൾ എടുക്കരുത്. നല്ലൊരു പോയിന്റാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. കടുത്ത ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കരുത്. മതിമറന്ന സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. അഗാധമായി ദുഃഖിച്ചിരിക്കുമ്പോഴോ തീരുമാനങ്ങളും എടുക്കരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തെന്നില്ലാത്ത ആവേശത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പിന്നീട് സ്വയം തൃപ്തനായി ജീവിക്കാം എന്ന് വിചാരിച്ചാൽ നഷ്ടമായി പോകുന്നത് തൻ്റെ ഉയർന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള വിലപ്പെട്ട സമയവും സന്തോഷവും ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമ്മുടെ ജീവിതം തൃപ്തിപ്പെടുത്താം എന്ന് ആലോചിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ആത്മാർത്ഥതയില്ലാത്ത 100 സുഹൃത്തുക്കൾ ഉള്ളതിലല്ല, ആത്മാർത്ഥ സ്നേഹമുള്ള ഒരു സുഹൃത്തെങ്കിലും ഉണ്ടായിരിക്കുക എന്നതിലാണ് കാര്യം. ആയിരക്കണക്കിന് നക്ഷത്രങ്ങളെ കൊണ്ട് ഇരുട്ടിനെ അകറ്റാനാകുകയില്ല, എന്നാൽ ഒരു പൂർണ്ണ ചന്ദ്രനെ കൊണ്ട് അത് അസാധ്യമാകുന്നു എന്നതാണല്ലേ. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പക്ഷേ ഈ സുഹൃത്തുക്കൾ കൊണ്ടൊന്നും നമുക്കൊരു കാര്യമില്ലെങ്കിൽ ആ സുഹൃത്തിന് എന്തിനാണ് എണ്ണം തേച്ചിട്ട് വല്ല കാര്യം? പക്ഷെ ഒരു സുഹൃത്തുള്ളെങ്കിൽ പോലും നമ്മളെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രശ്നത്തിൽ പൂർണ്ണമായി നമുക്ക് സപ്പോർട്ടുള്ള ഒരു സുഹൃത്താണെങ്കിൽ അദ്ദേഹത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാനും നമുക്കുണ്ടാകുന്ന അടിക്കടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മാറ്റാനും അദ്ദേഹത്തിന് അതിന് വലിയ വലിയ പരിഹാരങ്ങൾ നമുക്ക് നേടിത്തരുവാനും സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർത്തുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ആവേശത്തോടെയും ഊർജ്ജത്തോടെയും സന്തോഷത്തോടെയും അനുഭൂതിയുടെയും നമ്മുടെ ഹൃദയത്തെ നമുക്ക് കൊണ്ടുപോകുവാനും ഊർജ്ജസ്വലമായി നമുക്ക് ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ഒരുപാട് ആശയങ്ങൾ പകർന്നു കൊടുക്കുവാനും
നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് 2025 എല്ലാവർക്കും ഒരു നല്ല ദിവസമായി മാറട്ടെ. 2025 എല്ലാവർക്കും ആവേശകരമായ ദിവസങ്ങളായി മാറട്ടെ. 2025 എല്ലാവരും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.